അതെ, ഞാനൊന്ന് നന്നാവട്ടെ, ഞാനൊന്ന് തെറ്റ് നന്നാവട്ടെ, ഞാനൊന്ന് സലാം അടക്കട്ടെ, ഞാനൊന്ന് സലാം അങ്ങോട്ട് പറയട്ടെ, ഞാനൊന്ന് കൈപിടിച്ച് മാപ്പ് ചോദിക്കട്ടെ എന്ന് ചിന്തിക്കാത്തവരുണ്ടോ? അത് ഞാനായാലും നിങ്ങളായാലും ആരായാലോ പടച്ചോനെ എല്ലാവരും ഒരിക്കലും സുഹദാക്കളുടെ കൂട്ടത്തിലല്ല, അതേ അഷ്കിയാക്കളുടെ കൂട്ടത്തിലാണ്, പരാശകാവത്തിന്റെ കൂട്ടത്തിലാണ്, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്, വിജയിച്ചവരുടെ കൂട്ടത്തിലല്ല. റമളാൻ കൊണ്ട് വിജയിച്ചവരല്ല, റമളാൻ കൊണ്ട് പരാജയപ്പെട്ടവരാണ്. എത്രയോ ആളുകൾ അതാ ചിന്തിക്കുന്നു നന്നാകണമെന്ന്, പക്ഷേ എങ്ങനെ ഞാൻ നന്നാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. മോമിനെ ഒന്ന് സലാം പറഞ്ഞുകൂടെ, ഒന്ന് യോഗ്യം പറഞ്ഞുകൂടെ? നിനക്കെന്താ കുറവ് വരാനുള്ളത്? നിന്റെ ഒന്നും കുറഞ്ഞു പോകില്ലല്ലോ, അല്ല തരുമല്ലോ നിനക്ക്. മനസ്സിൽ വെറുപ്പ് വെക്കല്ല, വിദ്വേഷം വെക്കല്ല. ഇതൊക്കെയും നമ്മളെ മക്കൾ കണ്ടുപിടിക്കുകയാണ്. മൂത്താപ്പന്റെ മക്കളോട് മിണ്ടാതിരിക്കുന്നത്, എളാപ്പന്റെ മക്കളോട് മിണ്ടാതിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അനുജന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത്, ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത്, ജ്യേഷ്ഠത്തിന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത്, അനുജത്തിയുടെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത്. ഈ ചെറിയ വളർന്നു വരുന്ന കുഞ്ഞു മക്കളെ പോലും വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, അകൽച്ചയുടെ അതേ വിഷബീജം അവരുടെ മനസ്സിലും കുത്തിവെക്കുന്നില്ലേ? നിനക്ക് രക്ഷയുണ്ടോ? രക്ഷയില്ല. ഈ ചെറിയ പാവപ്പെട്ട മക്കൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീയും നിന്റെ അനുജനും തമ്മിലുള്ള പ്രശ്നത്തിന്, നീയും നിന്റെ ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിന്, നീയും നിന്റെ ചേട്ടത്തിയും അനുജത്തിയും തമ്മിലുള്ള പ്രശ്നത്തിന്, നീയും നിന്റെ പെങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന് ഈ മക്കൾക്ക് എന്തുകൊണ്ട് നീ വിലങ്ങ് വെച്ചോ? ഈ മക്കൾക്ക് എന്തുകൊണ്ട് നീ അതാ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചോ? മോനെ, രക്ഷയില്ല. തഹജ്ജുദ് പാതിരാ സമയത്ത് 100 റക്അത്ത് നിസ്കരിച്ചാലും, അതേ ഖുർആൻ റമളാനിൽ 10 ഖത്തം തീർത്താലും, ഇമാമിന്റെ തൊട്ടടുത്ത ബേക്കിൽ നിന്ന് നിസ്കരിച്ചാലും അല്ലാഹ് രക്ഷയില്ലല്ലോ, രക്ഷയില്ലല്ലോ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമകം നിങ്ങളെ കൽബകമെന്നോവർ കൺകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. അല്ലാഹു നമ്മളെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ. അതേ മഗ്ഫിറത്തിന്റെ 10ലേക്ക് പ്രവേശിക്കുന്നു. അതേ നാളെ മുതൽ മഗ്ഫിറത്തിന്റെ 10ആണ്. ഒന്ന് മാറ്റത്തിന് തയ്യാറാകുക, ഒന്ന് പൊറുക്കാൻ തയ്യാറാകുക, ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക, ഒന്ന് നന്നാകാൻ തയ്യാറാകുക, സന്തോഷത്തോടെ മടങ്ങുക. അല്ലാഹു നമുക്കൊക്കെയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു കുടുക്കിലും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. റഹ്മത്ത് ചോദിച്ചു വാങ്ങിയവരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,